വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഇന്നലെ ലാസ്റ്റ് എക്സിറ്റിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഇവിടെ സമ്മർ കഴിയാൻ പോവുകയാണ്, വിൻ്ററിലേക്ക് കിടക്കുകയാണ്. ചൂട് കുറഞ്ഞത് കാരണം നമ്മളിപ്പോൾ ഓരോ സ്ഥലങ്ങളിലേക്ക് കുറേശ്ശെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് മംസാർ ബീച്ചിലേക്ക് അല്ല നമ്മൾ കിടക്കണത്. മംസാർ പാർക്ക് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. മുന്നേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, അത് പക്ഷെ ഭയങ്കര റഷുള്ള ടൈമായിരുന്നു. റമദാൻ്റെ വെക്കേഷൻ ടൈമിലാണ് പോയി നമ്മൾ. ഇന്നിപ്പോൾ തിരക്കുണ്ട്. ഇന്നലെ ഞങ്ങൾ ലാസ്റ്റ് എക്സിറ്റിൽ ഇതുപോലെ തിരക്കില്ല എന്ന് വെച്ചിട്ട് പോയിട്ടാൽ നല്ല തിരക്കായിരുന്നു. അതെ. അത് സ്വിമ്മിംഗ് പൂളാണ് അവിടെ, നോൾക്കാട് വെച്ചിട്ടാണ് നമ്മളവിടെ കയറുക. പാർക്കിലേക്ക് കയറാൻ വേറെ ചാർജ് ഉണ്ട്, പിന്നെ സ്വിമ്മിംഗ് പൂളിലേക്ക് കയറാൻ വേറെ ചാർജ്. പിന്നെ അന്ന് അങ്ങനെയായിരുന്നു കേട്ടോ. ഇനിയിപ്പോ റേറ്റ് വ്യത്യാസം വന്നോന്ന് അറിയില്ല, നമുക്കവിടെ ചെല്ലുമ്പോൾ കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വിശേഷങ്ങൾ കാണാം. ബൈ. നമ്മൾ പോണ വഴിയാണ്, നമ്മുടെ ഫ്രെയിമിന്റെ മുമ്പിൽ കൂടെല്ലാണ് നമ്മൾ പോണത്. ഇത് നമ്മൾ പോണ വഴിക്കൂടെ ഒരു ഷിപ്പ് കണ്ടതാണ്. അപ്പൊ നമ്മള് ഇൻഫിനിറ്റി ബ്രിഡ്ജിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. കാണുന്നതാണ് ഇൻഫിനിറ്റി ബ്രിഡ്ജ്. അത് കാണാം ഇൻഫിനിറ്റി ബ്രിഡ്ജ്. ഇനി നമ്മൾ അതിലേക്ക് എൻ്റർ ചെയ്യണം. പക്ഷെ രാത്രി ഭംഗി കേട്ടോ ഇൻഫിനിറ്റി ബ്രിഡ്ജ്. ലൈറ്റ് ഒക്കെ ഇട്ടിട്ട്, LED ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയാണ്. കണ്ടോ, ഈ രണ്ട് സൈഡിൽ ലൈറ്റ് ഉണ്ടാവും, നല്ല ഭംഗിയും കാണാൻ വേണ്ടി. 24,000 വാഹനങ്ങൾക്ക് ഒരുപോലെ ഒരുമിച്ച് പോകാൻ പറ്റുന്നതാണ് ഇതിന്റെ പ്രത്യേകത കേട്ടാ. അപ്പോൾ ഗൈസ് നമ്മൾ മംസാറിലെത്തി. നമ്മളിപ്പോൾ കാർ ഇറങ്ങിയിട്ട്, അതാണ് മംസാർ പാർക്ക്, അവിടെയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി. അപ്പോൾ ഒരാൾക്ക് 5 ദിർഹംസാണ്, അഡൾട്ടിനും ചിൽഡ്രനും. നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കാം. ഒരു അംബ്രല 20 ദിർഹംസ്, അങ്ങനെ സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇവിടെ അവരെല്ലാം അവിടെ ഉണ്ട്. നമുക്ക് പൂളിലേക്കാണ് നമ്മളിന്ന് മെയിനായിട്ട് പോണേ. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ പൂളിലേക്ക് എത്താറായിട്ടോ. അത് ബീച്ച് അവിടെ ഉണ്ട് സൈഡിൽ, ബീച്ചിൽ. പിന്നെ നമുക്ക് ഇവിടെയാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണ സ്ഥലം. ഇവിടെ നമുക്ക് പൂളിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ലേഡീസിനും കുട്ടികൾക്കും സ്വിമ്മിങ് സൂട്ട് ഇടണം. അത് മാൻഡേറ്ററി ആണ്, അതില്ലെങ്കിൽ അവർ ഇറക്കില്ല. ബോയ്സിന് പിന്നെ എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമുക്കിനി കാണാം. ഹായ്. അപ്പോൾ നമ്മളിതേ ഡ്രസ്സൊക്കെ മാറി എല്ലാവരും. ഇനി നമുക്ക് പൂളിലേക്ക് പോവുകയാണ്. ഈ പൂളിൽ പോയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇതാണ് പൂളിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇതാണ് റൂൾസ് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ. അപ്പോൾ കിട്ടും ലച്ചും തേന പൂളിലേക്ക് ഇറങ്ങി കേട്ടോ. തേന അവർ ഇറങ്ങണു. കിട്ടു, ലച്ചു ലുക്ക് ഹിയർ. തേന കിട്ടു. ഈ ചൂട്ടത്തുനിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ എന്തൊരു സമാധാനം. നല്ല കൂളിംഗ് ആണ് കേട്ടോ വെള്ളം. ഇങ്ങോട്ട് ഞാൻ ഇവിടെ വീഡിയോ എടുത്തപ്പോൾ അവർ പറഞ്ഞു നോട്ട് അലൗഡ് എന്ന്. അപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, കിട്ടു നീന്തുണ്ട് കേട്ടോ. അതെ, അപ്പൊ ഞങ്ങളുടെ 4 പേര്. കിട്ടുവിനെ കാണാനില്ലല്ലോ, അവനെ മോട്ടിക്ക് വെള്ളം. സ്റ്റാർട്ട്. ഇത് വലിയ പൂളാണ് കേട്ടോ, 2 മീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത്. പക്ഷേ ഇതിൽ കുട്ടികളെ അലൗഡ് അല്ല. പിടിച്ച് നിൽക്കാം നമുക്ക്, കുട്ടികളെ പിടിച്ച്. അച്ചു വരെ മുങ്ങും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഇറങ്ങി നമ്മൾ പോവാൻ നിൽക്കുകയാണ്.
അപ്പോൾ ഞാൻ റേറ്റ് പറയാം. അഡൾട്ട്സിന് 10 ദിർഹംസും കിഡ്സിന് 5 ദിർഹം. കിഡ്സിന് 5 ദിർഹംസ്. അപ്പോൾ നമുക്ക് പുറത്തെത്തിയിട്ട് കാണാം. നമ്മളെ പുറം ഭാഗമാണിത്. ഇതിന്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നോക്കിയേ, മൊത്തം കാണാം. ആ ഭാഗം ഷാർജയാണ്. ബീച്ച് കണ്ടോ നിങ്ങൾ? ഞാൻ മാക്സിമം സൂം ചെയ്തിട്ടുണ്ട്. കെതച്ചുവായി ഹണ്ടായി 48 സ്റ്റെപ്പ് ഉണ്ട് ഇതിന്റെ മുകളിലേക്ക്. അതാണ് ബീച്ച്. അത് അപ്പുറത്ത് കാണുന്നതാണ് ഷാർജ. ദേന ഇവിടുന്ന് മൊത്തം നമുക്ക് കാണാൻ പറ്റും നല്ല ക്ലിയർ ആയിട്ട്. അവിടെ ഇങ്ങനെ കണ്ടോ, അവിടുന്ന് സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. അവിടെ ഇങ്ങനെ കുറേ പേര് സ്പീഡ് ബോട്ട് പോകുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം ഇത് പിന്നെ പാർക്കിംഗ് ഏരിയ ഒക്കെയാണ് കേട്ടോ. അത് ദുബായ് മൊത്തം കാണാം. അപ്പുറത്ത് ദുബായും ഇപ്പുറത്ത് ഷാർജയും. അതാണ് ഈ മംസാർ ബീച്ചിൻ്റെ വിഭാഗം. പിന്നെ ഇതാ ഇവിടുന്ന് അങ്ങോട്ട് അറ്റത്തേക്ക് നോക്കിയാൽ കാണാം. അവിടെ ഒരു ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ട് കണ്ടോ. ദുബായ്ക്കാർ ഷാർജയ്ക്കാണ് കൊടുത്തിരിക്കണത്. അപ്പോൾ നമ്മൾ ആ ബീച്ചിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഷാർജ എത്തുന്ന പോലെയാണ്. കണ്ടോ, നിറച്ച് ഇങ്ങനെ ആ ബിൽഡിങ്ങുകളും ഇതൊക്കെ നമുക്ക് കാണാം. മിക്ക ഫിലിമിലും ദുബായിയുടെ കുറിച്ച് കാണിക്കുമ്പോൾ ആദ്യം കാണിക്കുന്നത് ഈ ബീച്ചും ഈ കെട്ടിടങ്ങളുമാണ്. മിക്ക സിനിമയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഈ സ്റ്റെപ്പുകളാണ് നമ്മൾ ഇറങ്ങണത് കേട്ടോ. കണ്ടോ താഴേക്ക് 3 ഹട്ടായിട്ടുള്ളതാണ് മുകളിലേക്ക്. 45 സ്റ്റെപ്സ് ഉണ്ട് മൊത്തം. ഇതുപോലെ ഇത് നമുക്ക് താഴെ എത്തിയിട്ട് നിങ്ങൾക്ക് ഈ ബിൽഡിംഗ് മൊത്തം കാണിച്ചു തരാം. നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ബിൽഡിംഗ് മൊത്തം കാണിക്കും കേട്ടോ. ഇതാണ് ഇതിന്റെ ടോപ്പിലേക്ക് നമ്മൾ പോയത്. മുകളിലേക്ക് ഇത്ര ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളുടെ വ്യൂ മേളിൽ നിന്ന്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ കടൽ കണ്ട, ആ കടൽ എന്ന് വെച്ചാൽ അത് ആ ബിൽഡിംഗ് ഉള്ളത് ഷാർജയാണ്, ഇത് ദുബായ്. അപ്പോൾ നമ്മൾ ദുബായ്ക്കാരെന്താണെന്ന് ചെയ്തേ കടൽ നമുക്ക് ഷാർജക്കാർക്ക് കൊടുത്തു. അപ്പോൾ കടലിൽ നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ ഷാർജയിലെത്തിയ പോലെയാണ്. കണ്ടോ. അപ്പം നമ്മൾ അതിൻ്റെ ടോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കിഡ്സിന് കളിക്കണ കുറച്ച് കളിക്കണ പാർക്കൊക്കെ ഉണ്ട്, ഊഞ്ഞാലും അതൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അവിടേക്ക് പോവാം. ഇത് കൊട്ട ഊഞ്ഞാലാണ് ഇവിടെ. വലിയ ഊഞ്ഞാലാണ്. ആട്ട് ചെരിഞ്ഞ് പോകണ്ടത് ഒരു ഭാഗത്തേക്ക്. മതി മതി, ലച്ചുവിന് പേടിയായിട്ടാ. ഇനി കിട്ടു പാടണം. ലച്ചുവിന് പേടിയായിട്ടാ. കിട്ടൂതേ. വേറൊരു കുഞ്ഞെ കുട്ടി ആടണു കേട്ടാ. രണ്ടുപേരും ആടണം. തല കറങ്ങൂട്ടാ, പതുക്കാട്ടിയാ മതി. ഇവിടെ ബീച്ചിന്റെ സൈഡില് വോളിബോളൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. നെറ്റ് കെട്ടിയിട്ടുണ്ട്. ഇതേ അവിടെ കുറെ പേര് കളിക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട്. എനിക്ക് ഊഞ്ഞാലാടുണ്ട്. ഇതേ ഇവിടെ ഊഞ്ഞാലൊക്കെ ആടാം. ചെറിയ ഊഞ്ഞാലുകളുണ്ട്. കാല് കുത്തി ആടുണ്ട്. കിട്ടു ഇവിടെ ഇതില് കയറുന്നുണ്ട്. കാല് നോക്കണേ, ശ്രദ്ധിച്ച് ക്ലൈംബ് ചെയ്യണം. അതല്ലെങ്കിൽ മൂക്കുത്തി താഴെ വീഴും. അതിലെങ്ങനെ എടുക്കും നീ? ശ്രദ്ധിക്കണേ. ഇതൊരു ടാസ്ക് തന്നെയാട്ടോ. എല്ലാം കയറിയിട്ട് വേണം ഇതിലേക്ക് വരാൻ വേണ്ടി. രച്ചു നിനക്ക് പറ്റില്ല മോളെ.
കൈ വേനെടുക്കും, കയറാണ്. എത്തി 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 യാ, അങ്ങനെ എത്തി. എന്നിട്ട് ഇതിൽ നമ്മൾ താഴേക്ക് ഇറങ്ങണം. കമോൺ, വെച്ച് കയറണത്. ഹലോ ഫ്രണ്ട്സ്, നമ്മളപ്പോൾ എക്സിറ്റ് ചെയ്യാറായി. നല്ല ദിവസമായിരുന്നു. ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്കും, മാക്സിമം സൂം ചെയ്തരാം, നിറച്ച് പാർക്കും നല്ലൊരു ഏരിയ ആണ് ഇത്. എല്ലാവർക്കും നല്ല ഭംഗിയാണ് ട്ടോ ഇവിടെ കാണാൻ. മംസാർ പാർക്കിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മളപ്പോൾ തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.